കുട്ടികൾക്ക് ഈ ചോക്ലേറ്റ്സ് കൊടുക്കുന്നത് നിർത്തിയാൽ പല്ലിൽ കേടുവരുന്നത് കുറയുമെന്ന് നമ്മൾ കരുതും. എന്നിട്ടോ അതിനേക്കാൾ അപകടം പിടിച്ച ഒന്ന് ഡെയിലി സ്നാക്സ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെയും പാരന്റ്സിന്റെയും ഫേവറേറ്റ് സ്നാക്സ് ആയ ബിസ്ക്കറ്റ്സ്. ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ നമ്മൾ കൊടുക്കില്ല. എന്നാൽ ഇതോ പൊട്ടിച്ചാൽ ആ പാക്കറ്റ് തീരുന്നവരെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനുള്ള ക്രേവിംഗ് അവരിൽ ഉണ്ടാക്കും. ബിസ്ക്കറ്റിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മൈദയും ഷുഗറുമാണ്. അതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ ആവട്ടെ വളരെ കുറവോ. ഇത് കഴിച്ചാൽ പല്ലുകളുടെ ഇടയിൽ ഒട്ടിപ്പിടിച്ചിരുന്ന് പല്ലിൽ കേടുണ്ടാക്കും. അതുപോലെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിശക്കില്ല. അമിതമായിട്ട് ബിസ്ക്കറ്റ് കഴിക്കുന്ന കുട്ടികളെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, കോൺസ്റ്റിപ്പേഷൻ, അമിതവണ്ണത്തിനൊക്കെ വഴിയൊരുക്കും. സോ കുട്ടികളുടെ നല്ല ആരോഗ്യത്തിനായിട്ട് ബിസ്ക്കറ്റ്സ് കൊടുക്കുന്നത് കുറച്ച് വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി സ്നാക്സ്, പുഴുങ്ങിയ ഏത്തപ്പഴം, അവല് നനച്ചത്, കോഴിക്കട്ട, റാഗി കൊണ്ടുള്ള ഫുഡ് ഐറ്റംസ്, ഫ്രൂട്ട്സ്, റോസ്റ്റഡ് മക്കാന, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലേക്ക് മാറാം. ഇതെല്ലാം മാതാപിതാക്കളുടെ കുട്ടികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യാം. സ്റ്റേ ഹെൽത്തി. ശരിയല്ലേ ഡോക്ടർ പറഞ്ഞത് അല്ലേ? നമ്മുടെ എല്ലാവരും, ഞാനടക്കമുള്ള അമ്മമാർ ചിലപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ മക്കൾക്ക് കൊടുക്കാറുണ്ട് ബിസ്ക്കറ്റ് അല്ലേ. പക്ഷേ നമ്മൾ അതൊക്കെ ഒഴിവാക്കി നമ്മുടെ അമ്മമാരുടെ ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ മക്കളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, അതായത് വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി സ്നാക്സ് കൊടുക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുക അല്ലേ.